ഹലോ, നമ്മളിന്ന് ചെയ്യുന്നത് ബിഗിനേഴ്സിന് കൊടുക്കുന്ന 199 രൂപയുടെ കിറ്റ് വെച്ചിട്ട് എന്തൊക്കെ മേക്ക് ചെയ്യാം എന്നാണ് നോക്കുന്നത്. പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, ഫ്രീ ക്ലാസ് ചെയ്യുമോ ചേച്ചി, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കി ട്രൈ ചെയ്യാനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്കൊരു വ്യത്യസ്തമായിട്ടൊരു മെസ്സേജ് തോന്നിയതില്ലേ. എനിക്കൊരു ഉമ്മ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അവരുടെ കൊച്ചുമോൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ചെയ്യാൻ അറിയില്ല, പക്ഷേ അവർക്ക് കൊച്ചുമോൾക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മെറ്റീരിയൽസ് വേണമെന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. ആ ഒരു ഏജിലും ചെയ്യണം എന്നൊരു തോന്നലുണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ ഒരു സന്തോഷം തോന്നി. ഇത് ശരിക്കും ബിഗിനേഴ്സിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു മേക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ബിഗിനേഴ്സിന് ഒരുപാട് പേർക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നറിയില്ല, അതിൻ്റെ പേരെന്താണെന്നറിയില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഗിൽറ്റർ ട്യൂബ് ഇതിപ്പം ഈ കിറ്റിൻ്റെ കൂടെ ഉള്ളതാണ്. ഞാൻ പക്ഷേ അതല്ല എടുക്കുന്നത്. എൻ്റെ കയ്യിൽ ബാക്കിയായിട്ടുള്ള ഗിൽറ്റർ ട്യൂബ് എടുത്തിട്ടാണ് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഗിൽറ്റർ ട്യൂബിൻ്റെ ഹെയർ ബോ തന്നെ ആദ്യം ചെയ്ത് കാണിക്കാമേ. ഇതാ ഈ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഗിൽറ്റർ ട്യൂബ് ഹെയർ ബോ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒരു എൻഡ് ബിറ്റ്സ് ആ എൻഡിൽ വെക്കുക. ഒരുപാട് നമ്മൾ അകത്തോട്ട് പ്രസ് ചെയ്താൽ ഇത് കണ്ടോ എൻഡിൽ ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് കമ്പി വെളിയിലോട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിയിലോട്ട് കമ്പി കാണാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. പിന്നെ കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് അമക്കി കൊടുത്താൽ മതി, ആ പശയൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ആദ്യം തന്നെ ഈ ഹെയർ ബോയുടെ അളവിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ അളവ് നോക്കിയിട്ട് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം. പക്ഷെ അതിലും ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് വ്യത്യാസം വന്നാലും നമുക്കിപ്പോൾ രണ്ട് എൻഡിലാണ് വ്യത്യാസം വന്നത്, നീളക്കുറവ് വന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ 2 വൈറ്റ് മുത്തോ ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഒരു ഐഡിയ ആണ് എല്ലാം. എന്നിട്ട് ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ടൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വേണമെങ്കിൽ ഗ്ലൂ ഇല്ലാതെയും ചെയ്യാം കേട്ടോ. എൻഡിൽ നമ്മൾ എന്തായാലും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ എൻഡ് വരുമ്പോൾ നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ആ ഗ്ലൂ ആയിട്ടൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട്. നമ്മൾ നെക്സ്റ്റ് എൻഡ് കട്ട് ചെയ്തെടുക്കണം. അത് എൻഡ് ബിറ്റ്സിൻ്റെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ആ എൻഡ് ഞാൻ വളച്ച് വെച്ചേക്കുന്നതുണ്ടോ, അവിടെ വരെ ഉള്ളൂ ആ എൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടെ മുകളിലായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മൾ ആ എൻഡ് ബിറ്റ്സ് ഈ ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ വെച്ച് അതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ ഊരി വരും, കണ്ടോ. ഇനി നമുക്ക് ബാക്കി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എൻഡ് ബിറ്റ്സ് വെച്ച് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തു, ഇനി നമുക്ക് എൻഡ് ബിറ്റ്സ് വെച്ച് കൊടുക്കാം. എന്താ ഇതുപോലെ എൻഡ് ബിറ്റ്സ് ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്താലേ അതൊന്ന് ഒട്ടിയിരിക്കത്തുള്ളൂ. പിന്നെ അപ്പം തന്നെ നമ്മൾ വലിക്കുകയോ എടുക്കുകയൊന്നും ചെയ്യരുത്. ഒന്ന് ഉണങ്ങാനായിട്ടുള്ള ടൈം കൊടുക്കണം. അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഹെയർ ബോ റെഡി. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് ഇതെൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ഗിൽറ്റർ ട്യൂബാണ്. ഇത് വെച്ചിട്ട് ആലിഗേറ്റർ ക്ലിപ്പിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഇത് സെൻറ്റർ കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മേളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. മോളുടെ ഹെയറിൽ വെച്ചിട്ടാട്ടോ കാണിക്കുന്നത്. ഇനി കാണിക്കുന്നത് ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് എൻ്റെ കയ്യിൽ ബാക്കി വന്നിട്ടുള്ള ഗിൽറ്റർ ഷീറ്റാണ്. ഇതിലാണ് നമ്മളിനി ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. സ്റ്റെൻസിൽ വെച്ചിട്ടാണ് ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം 199 കിറ്റിൽ സ്റ്റെൻസിൽ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പേപ്പർ കട്ട് 199 കിറ്റിൽ ഇനി തൊട്ട് വെക്കുന്നതായിരിക്കും. എല്ലാവർക്കും ചിലവർക്ക് വരച്ച് കട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം എല്ലാവർക്കും വരച്ച് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരിക്കാം. സോ അതുകൊണ്ട് ഞാനിത്
പേപ്പർ കട്ട് ഇതിൽ വെച്ചിരിക്കാം. ഞാനിപ്പം ഇത് ഗ്ലൂവിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാട്ടോ വരച്ചെടുക്കുന്നത്. അതിലൊരു സൂചിമോന പോലെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് വരച്ചെടുത്തത്. ഇത് ശരിക്കും പെൻ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ ആ ഒരു പെന്നിൻ്റെ കളർ അതവിടെ ഇങ്ങനെ കാണും. നമ്മൾ കട്ട് ചെയ്തെടുത്താലും അതിൽ കാണും. അപ്പോൾ അതൊരു ഭംഗിക്കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നെങ്കിൽ സൂചി അല്ലെങ്കിൽ ടൂത്ത് പിക്ക്, ഇതൊക്കെ നല്ലതായിരിക്കും. ഇത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു പാട് മാത്രമേ വരത്തുള്ളൂ. ആ ഒരു കളർ വരത്തില്ലല്ലോ, പെന്ന് വെച്ച് വരയ്ക്കുമ്പോൾ ഉള്ള കളർ വരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ല കേട്ടോ. ഇനി ഇതൊന്ന് ബട്ടർഫ്ലൈ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തതാണേ. ഇനി അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അതിൻ്റെ ഒന്ന് അളവൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തത് ഇനി അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂ തേച്ചിട്ട് അതിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊന്ന് ആ ഗിൽറ്റർ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർഫ്ലൈയും കൂടി അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെയ്യുന്നത് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടാണ്. അലിഗേറ്റർ ക്ലിപ്പും ജാസ്മിൻ ബഡ്സും ക്യാൻവാസും ഗ്ലൂവും ഇത് ഇത്രയും വെച്ചിട്ടാണ് ഇനി ചെയ്യുന്നത്. അടുത്ത് ഇനി ചെയ്യാൻ പോകുന്നത് സാറ്റിൻ ബോ വെച്ചിട്ടാണ്. ഈ 3 ഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നു. ഇതിനകത്ത് കമ്പി ഇങ്ങനെ വലിച്ച് ഊരിയെടുക്കാം കേട്ടോ. ഇത് ഫോം ഫ്ലവറാണ്. ഫോം ഫ്ലവറിൻ്റെ ബാക്കിലൊരു കമ്പിയുണ്ട്. അത് നമുക്കിങ്ങനെ വലിച്ച് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ സാറ്റിൻ ബോയിൽ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് ഇത് ഓരോന്നുമായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതുപോലെ 2 എണ്ണം വെച്ചെടുക്കാം, അല്ലെങ്കിൽ 3 എണ്ണം വെച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ബിഗിനേഴ്സ് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതാണ്. അവർക്ക് എളുപ്പമായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പം ഇനി ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കാം. ഞാൻ 3 ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ഫ്ലവറായിട്ടാണ് ഞാൻ വെച്ചത്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ശരിക്കും ഇത് ബിഗിനേഴ്സിന് മാത്രം വേണ്ടിയിട്ട് കാണിച്ചൊരു വീഡിയോ ആണ്. അത് ശരിക്കും ഒട്ടിയില്ലായിരുന്നു കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടി മാത്രം കാണിച്ചൊരു വീഡിയോ ആണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു മേക്കിംഗ് വീഡിയോ ആണ്. ഇനി ക്ലാസ് മുൻപോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലും കൂടുതൽ രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് ബാക്കിയുള്ള ഐറ്റംസ് കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു.